എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം. 1957 വീട് മാറിയതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. മുമ്പ് താമസിച്ചിരുന്ന വീട് ധാരാളം ആൾസഞ്ചാരമുള്ള ഒരു ഇടവഴിയുടെ ഒരു ഭാഗത്ത് വളരെ നീളത്തിൽ ഉയർന്ന മതിൽക്കെട്ടുള്ള ഒരു വീടായിരുന്നു. ആ വഴിക്ക് കല്യാണ ഘോഷയാത്രകളും ശവമഞ്ചം വഹിച്ചുള്ള യാത്രകളും കോളാമ്പി മൈക്കുമായി മതപ്രചാരകരും പോവാറുണ്ടായിരുന്നു. ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ മാത്രം മതിലിനോരത്തുകൂടി നടന്ന് അത് മറയുന്നത് വരെ നോക്കി നിൽക്കും. അമ്മ പറയും, എന്നിട്ട് വേണം ഇനി രാത്രി പേടിച്ച് കരയാൻ. ഇല്ല, ഞാൻ വളരെ ജിജ്ഞാസയോടെയാണ് മൃതശരീരങ്ങളെ വീക്ഷിച്ചിരുന്നത്. നമുക്കിടയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? മൃതശരീരം മറവ് ചെയ്യുന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ അക്കാലത്ത് മുതിർന്നവർ പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല. പുരാണ കഥകളിലെ സംശയങ്ങൾക്കോ എന്തുകൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്ത് കൊന്നതെന്നോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അമ്മ കൃത്യമായ മറുപടി തരുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈഴവരുടെ തറവാട് വീടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ അവിടെ സ്ത്രീകളെയാണ് അധികം കാണുന്നത്. അവരുടെ കിഴക്കേ അതിരിലുള്ള കിണറ്റിൽ നിന്ന് അവിടെയുള്ളവരും പുറമേയുള്ളവരും വന്ന് വെള്ളം കോരി കുളിക്കുന്നത് അതിലൂടെ സായാഹ്ന സവാരിക്ക് പോകുന്നവർ നോക്കി നിൽക്കും. ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നത് കണ്ടു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, കാലിമേച്ച് വൈകുന്നേരം ഗോകുലത്തിലേക്ക് കൂട്ടുകാരുമൊത്ത് എത്തിയ ശ്രീകൃഷ്ണൻ പൂർണ്ണ പുണ്യാവതാരമാണെങ്കിലും അജ്ഞത നടിച്ച് നന്ദഗോപരോട് ഗോവർദ്ധനോദ്ധാരണത്തിൻ്റെ തലേന്നാൾ അതിൻ്റെ കാരണം ആരാഞ്ഞതായിരുന്നു. സന്ധ്യയാകുമ്പോഴേക്കും പെട്രോമാക്സുകളുടെ വെളിച്ചം പരന്നൊഴുകാൻ തുടങ്ങി. അവിടെ നാഗപ്പാട്ട് നടക്കാൻ പോകുന്നു. വീട് നിറയെ, മുറ്റം നിറയെ ജനങ്ങളായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ പട്ടുടുത്ത വെളിച്ചപ്പാട് ചിലമ്പിട്ട് ശബ്ദഘോഷങ്ങളോടെ ഓടി വന്ന് നേരെ അവരുടെ അറയിൽ കയറി ദിക്കെട്ടും പൊട്ടുമാറുച്ചത്തിൽ ദേവിയെ വിളിച്ച് വാളെടുത്ത് എന്തൊക്കെയോ അരുളപ്പാടുകളുമായി മൂർധാവിൽ കൊത്താൻ തുടങ്ങി. മതിലിനടുത്ത് കാണികളായി നിന്ന് ഞങ്ങളെ ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ആ കൊത്തൻ. തൻ്റെ തല 2 കഷ്ണമായി മുറിഞ്ഞു പോകുമെന്ന പ്രതീതി ഉളവാക്കും വിധമുള്ള ആഞ്ഞ കൊത്തലാണ് രാഘവൻ വെളിച്ചപ്പാടിൻ്റേത്. ആ അറയിലേക്ക് മറ്റൊരു വെളിച്ചപ്പാട് കൂടി പോയിരുന്നുവെങ്കിലും ആ മനുഷ്യൻ ഒരു ശിങ്കിടിയെ പോലെ രാഘവൻ വെളിച്ചപ്പാടിൻ്റെ കൂടെ വാൾ കുലുക്കിക്കൊണ്ട് നടന്നതേയുള്ളൂ. രക്തം പുഴ പോലെ ഒഴുക്കുമ്പോഴും അയാൾ വാൾ ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. ആർക്കും തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ അടുത്തു തന്നെയുള്ള തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു പോകുന്ന വെളിച്ചപ്പാടിനെ കണ്ടപ്പോൾ കൈകൂപ്പി ഒന്ന് തൊഴാനാണ് എനിക്ക് തോന്നിയത്. ഇയാളാണോ ഭഗവതിയുടെ പ്രതിപുരുഷൻ? അത്തിക്കോത്ത് വീട്ടിലെ നിലവറയുടെ പിച്ചളക്കെട്ടുകൾ വെട്ടിത്തുടങ്ങുന്നത് അന്ന് ആദ്യമായി കണ്ടു. പൊതുവെ ആളുകൾ കൂടുന്നിടത്ത് പോകുന്നത് ഇഷ്ടമല്ലെങ്കിലും അവിടെ കളം വരയുന്നത് പോയി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും ഒന്നും അവിടെ പോവാറില്ല. അമ്മ കൂട്ടത്തിലൊരു പരിഹാരം പറഞ്ഞു തന്നു. നമ്പീശനോട് കുഞ്ഞമ്പ് പറയുന്നത് കേട്ടിരുന്നു, കഴിയുന്നത്ര ഫോട്ടോ എടുക്കാൻ. അത് കൊണ്ടുവന്നാൽ നിനക്ക് കാണാം. അന്ന് വെളുത്ത വാവായിരുന്നു. രാത്രി വളരുന്നതോടെ മതിലിന് സമീപത്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി വന്നു. ആരോ പറഞ്ഞു, അവിടെ കളം വരച്ചു കഴിഞ്ഞു, നാഗപ്പാട്ട് തുടങ്ങാറായി. അരയ്ക്കുമേലെ പരിപൂർണ നഗ്നകളായ 2 യുവതികൾ പൊട്ടുമുറുകുന്നതോടെ തലമുടി അഴിച്ചിട്ട് ആ കളത്തിൽ ഇരുന്ന് നിരങ്ങാൻ തുടങ്ങി.
കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ അവിടെ ബോധരഹിതരായി വീണു. ആരൊക്കെയോ അവരെ എടുത്ത് വീട്ടിൻ്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി. അതിൽ ഒരാൾ അമ്മയുടെ ഒരു സഹായിയുടെ മകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്തിനായിരിക്കാം അവർ അങ്ങനെ സമ്മതിച്ചത്? കുറേ ദിവസത്തേക്ക് അത് തന്നെയായിരുന്നു എൻ്റെ ചിന്താവിഷയം. പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ, അതോ ആചാരത്തിൻ്റെ പേരിലോ? നാഗപ്പാട്ട് നടത്തുന്ന തറവാട്ടിലെ ചാർച്ചക്കാരായിരിക്കുമോ? അതിൻ്റെ നടത്തിപ്പുകാരുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറാവുമോ? ഇപ്പോഴത്തെ മാസികകളുടെ മുഖചിത്രമായി വരുന്ന സ്ത്രീകളുടെ പടങ്ങൾ കാണുമ്പോൾ നാഗപ്പാട്ടിനിരുന്ന പെൺകുട്ടികളാണ് ഒന്നുകൂടി മെച്ചമെന്ന് തോന്നാറുണ്ട്. അവർ രണ്ടുപേരും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. മാത്രമല്ല, അവരുടെ സമുദായത്തിൻ്റെ ദോഷം തീർക്കാനാണ് അത് ചെയ്തതെന്ന ചാരിതാർത്ഥ്യം അവർക്ക് ലഭിച്ചിരിക്കാം. പക്ഷേ ആധുനിക നടിമാരിൽ പലരും വസ്ത്രം വാങ്ങിക്കാൻ കഴിവില്ലാത്തവരല്ലല്ലോ. ആ സമയത്ത് വേറൊരു അത്ഭുതവും കൂടി ഉണ്ടായി. എൻ്റെ സഹപാഠിയായ ദേവി എന്ന വിളിപ്പേരുള്ള ഊർമിളാദേവിയും അവളുടെ അമ്മയും സഹോദരങ്ങളും കാഴ്ചക്കാരായി നിരന്നവരിലുണ്ടായി. അമ്മ പറഞ്ഞു, ദേവി വന്നിട്ടുണ്ട്. ആ, അവിടെ നിൽക്കട്ടെ എന്നായിരുന്നു എൻ്റെ പ്രതികരണം. അമ്മ ചോദിച്ചു, അതെന്താ അങ്ങനെ? നിങ്ങൾ അടുത്ത കൂട്ടുകാരല്ലേ? ഞങ്ങൾ വെറും സുഹൃത്തുക്കളല്ല. ഞാനും PK കമലവും ദേവിയും 1 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഓരോ മാസം പരീക്ഷ കഴിയുമ്പോഴും ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ മാറി മാറി ഇരിക്കുന്നവരാണ്. ഞങ്ങളുടെ സ്കൂളിൽ അന്യോന്യം പറഞ്ഞ് തീർച്ചപ്പെടുത്തി പിണങ്ങി നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഒരു ദിവസം കഴിയുമ്പോഴേക്കും മറ്റുള്ളവരോടൊപ്പം പിണങ്ങിയവരും പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങും തങ്ങൾ പിണങ്ങിയിരിക്കുകയാണെന്ന്. പിന്നീട് അതൊരു പ്രശ്നമായി വളർന്ന് ബാഹ്യശക്തികൾ ഇടപെടേണ്ടി വരും സുഹൃത്തുക്കളെ ഒന്നിപ്പിക്കാൻ. അങ്ങനെ ഒരു സമയത്താണ് നാഗപ്പാട്ട് നടക്കുന്നത്. മതിലിനടുത്ത് നിന്ന് കാഴ്ച കാണുന്നതിനിടയിൽ ഞങ്ങളറിയാതെ ഞങ്ങളുടെ സ്ഥാനം അടുത്തടുത്തായി. 2 പേരും ഒരേ സമയത്ത് കണ്ണീരോടെ ഗദ്ഗത കണ്ടത്തോടെ അന്യോന്യം പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് മിണ്ടാൻ തുടങ്ങാമല്ലേ? അതെ, പിന്നെന്താ സംശയം? നാഗപ്പാട്ട് സാക്ഷി, ഇനി നമ്മൾ ഒരിക്കലും പിണങ്ങില്ല. അന്നും ഇന്നും ഇതാണ് സംഭവിക്കുന്നത്. ആവർത്തിച്ച് പറയുന്ന ഒരു കളവ് സത്യമാണോ എന്ന് പറഞ്ഞവർ പോലും ആദ്യം സംശയിക്കും, പിന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ഈ ഒരു തത്വത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ കാണുന്ന പല അപചയങ്ങൾക്കും കാരണം. സത്യം വധ ധർമ്മം ചര എന്ന് നന്നായി അറിയുന്ന നേതാക്കന്മാരുടെ സൃഷ്ടികളാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. പിറ്റേന്ന് സഹപാഠികളുടെ മുമ്പിൽ അമളി എങ്ങനെ മറച്ചു വയ്ക്കാം എന്ന ചിന്തയോടെ ഞങ്ങൾ പിരിഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫർ നമ്പീശൻ കൊണ്ടുവന്ന മിഴിവുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിലൂടെ ഞാൻ നാഗപ്പാട്ട് മുഴുവനായി കണ്ടു. അടുത്ത ആഴ്ച അർദ്ധനഗ്നകളായ യുവതികൾ അഴിഞ്ഞുലഞ്ഞ തലമുടിയുമായി നാഗക്കളത്തിലിരിക്കുന്ന മുഖചിത്രത്തോടുകൂടി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു സചിത്ര ലേഖനം വന്നു. സമൂഹത്തിലെ പല അനാചാരങ്ങളെയും ഇതിനു മുമ്പും തുറന്നു കാട്ടിയ യുക്തിവാദിയായ പവനൻ്റെ ലേഖനമായിരുന്നു അത്. സമൂഹത്തിൽ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കി ആ ലേഖനം. അത് ആരുടെയെങ്കിലും കണ്ണ് തുറപ്പിച്ചോ എന്നറിയില്ല. അപ്പോൾ തന്നെ ജീർണാവസ്ഥയിലായിരുന്ന അത്തിക്കോത്ത് തറവാട്ടിൽ പിന്നെ നാഗപ്പാട്ട് നടത്തിയിട്ടില്ല.